ഹായ് ഫ്രണ്ട്സ്, നരിവേട്ട ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പ്രതീക്ഷിച്ചത് ഒരു സീരിയസ് ഫിലിമാണ്. അത് തന്നെയാണ് കിട്ടിയത്. ഒരു തരത്തിലുള്ള എന്റർടൈൻമെന്റ് വാല്യൂവും ഈ സിനിമയ്ക്കില്ല. അതിൻ്റെ അർത്ഥം സിനിമ മോശമാണെന്നല്ല. ആദ്യ പകുതിയിലുള്ള കുറച്ച് ടൊവിനോ തോമസിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു പ്രോഗ്രഷൻ കാണിക്കുന്ന സീൻസ്, മിന്നൽ വെള്ള സോങ്, അതല്ലാതെ ഇതിൽ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ടൈം പാസ് മസാല ഐറ്റങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ ട്രെയിലറൊന്നും കാണാതെ ഈ സിനിമയെക്കുറിച്ച് അധികം കേൾക്കാതെ നരിവേട്ട എന്ന പേര് കേട്ടതുകൊണ്ട് ഒരു മാസ് എന്റർടൈനർ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്നവർക്ക് നിരാശയായിരിക്കും ഫലം. സീരിയസ് സിനിമയാണ്. അത്യാവശ്യം സ്ലോ ആയിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഒന്നാമത് ടൊവിനോ തോമസ്, ഒരു സാധാരണക്കാരനായ കോൺസ്റ്റബിളായി അദ്ദേഹം പിന്നെ സ്ക്രീനിൽ നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിട്ട് നരിവേട്ടയിലെ കഥാപാത്രത്തെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത് സുരാജ് വെഞ്ഞാറമൂട്, ഒരു സിമ്പിളായ ക്യാരക്ടർ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ് സിനിമാ നടൻ ചേരൻ, അദ്ദേഹത്തിന്റെ മലയാളം ഡെബ്യൂ ആണോ എന്നറിയില്ല, നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തമിഴ് സിനിമയിൽ അത്യാവശ്യം എക്സ്പെരിമെന്റ് സിനിമകൾ ചെയ്യുന്ന ഒരു നടനാണ് ചേരൻ. പിന്നെ പ്രിയംവദ കൃഷ്ണൻ, മിന്നൽ വെള്ള സോങ് നമ്മളെല്ലാവരും കണ്ടതാണ്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ആ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള റോളൊന്നും അവർക്കില്ല. സംവിധായകൻ അനുരാജ് മനോഹറിനെ കുറിച്ചും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അദ്ദേഹം ഇഷ്കിന് ശേഷം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ഒരു സീരിയസ് സിനിമയാണ്. ബോക്സ് ഓഫീസിൽ എത്രമാത്രം ചലനം ഉണ്ടാക്കും എന്നുള്ള കൺസേൺ ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കും. എന്നാലും ഈ സിനിമയായിട്ട് അവർ മുമ്പോട്ട് പോയി. പക്ഷെ അതേസമയം എടുത്തു പറയേണ്ടത് അധികം വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമൊന്നുമില്ല. ഇന്നേ ഗവൺമെന്റിനെ വിമർശിക്കുന്നു, ഇന്നേ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല. പോലീസിനെതിരെ നല്ല കൊട്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അധികം വിവാദം ഈ സിനിമ ഉണ്ടാക്കുന്നില്ല. മറ്റൊരു മികച്ച ഘടകം എന്താണെന്ന് വെച്ചാൽ ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. അദ്ദേഹം തുടരും എന്ന സിനിമയ്ക്ക് ശേഷം നല്ല എഫേർട്ട് കിട്ടിയ ഒരു സിനിമയാണ്. ഓവറോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഫാമിലി കടിച്ചു കയറാനുള്ള വകയോ അല്ലെങ്കിൽ യൂത്തിന് ആഘോഷിക്കാനുള്ള വകയോ ഒന്നും ഈ സിനിമയിലില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ എത്രമാത്രം മുമ്പോട്ട് പോകും എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5.